നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം പറക്കുന്നതിനിടയിൽ പെട്ടെന്ന് 300 അടി താഴ്ചയിലേക്ക് പതിച്ച യാത്രക്കാർക്കും ജീവനക്കാർക്കും പരിക്കേറ്റ സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്ത്. വിമാനത്തിന്റെ പ്രധാന പൈലറ്റ്, അതായത് പൈലറ്റ് ഇൻ കമാൻഡ്, കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി വിശദമായ ലബോറട്ടറി പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ഓഗസ്റ്റ് 4 നടന്ന ഈ അപകടത്തെ തുടർന്ന് പൈലറ്റുമാരെ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്ന പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ഇതിന്റെ ഭാഗമായി ഡൽഹിയിൽ ഇറങ്ങിയ ഉടൻ നടത്തിയ പരിശോധനയിലും പിന്നീട് വിശദമായ സ്ഥിരീകരണത്തിനായി സാമ്പിളുകൾ ലബോറട്ടറിയിലേക്ക് അയച്ചു നടത്തിയ പരിശോധനയിലുമാണ് പ്രധാന പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി തെളിഞ്ഞത്. സംഭവത്തെ തുടർന്ന് ഇരു പൈലറ്റുമാരെയും അന്വേഷണം പൂർത്തിയാക്കുന്നതുവരെ വിമാനം പറത്തുന്നതിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഏതെങ്കിലും ഒരു കാരണത്തിന്റെ മാത്രം അടിസ്ഥാനത്തിൽ അന്തിമ നിഗമനത്തിലെത്താൻ കഴിയില്ല എന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ മുന്നറിയിപ്പ് നൽകി. ഓഗസ്റ്റ് 4 137 യാത്രക്കാരും 2 പൈലറ്റുമാരും 6 ക്യാബിൻ ക്രൂ അംഗങ്ങളും ഉൾപ്പെടെ 8 ജീവനക്കാരുമായി എയർബസ് A320 വിമാനം ഫുക്കറ്റിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ടത്. യാത്രക്കിടെ വിമാനം സാമാന്യം ഉയർന്ന ഉയരത്തിൽ പറക്കുമ്പോൾ അപ്രതീക്ഷിതമായി 300 അടിയോളം താഴേക്ക് പതിക്കുകയായിരുന്നു. വിമാനം താഴേക്ക് പതിച്ച സമയത്തിൽ പ്രധാന പൈലറ്റ് തന്റെ സീറ്റിൽ ഉണ്ടായിരുന്നില്ലെന്നും കോ പൈലറ്റാണ് വിമാനത്തിന്റെ നിയന്ത്രണം കൈകാര്യം ചെയ്തിരുന്നത് എന്നുമാണ് റിപ്പോർട്ടുകൾ. പെട്ടെന്നുണ്ടായ ഈ വീഴ്ചയിൽ വിമാനത്തിനുള്ളിൽ -G അവസ്ഥ രൂപപ്പെടുകയും ഈ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരുന്ന യാത്രക്കാരും ജീവനക്കാരും മുകളിലേക്ക് ഉയർന്നു പൊങ്ങി വീഴുകയായിരുന്നുവെന്നും തുടർന്ന് വിമാനം പെട്ടെന്ന് തന്നെ സ്ഥിരത കൈവരിക്കുകയായിരുന്നുവെന്നും ഡൽഹിയിൽ സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തെങ്കിലും അപകടത്തിൽ 20 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. സാങ്കേതിക തകരാറുകളും സംശയനിഴലിലാണ്. പൈലറ്റിന്റെ ലഹരി ഉപയോഗത്തിന് പുറമെ വിമാനത്തിന് സംഭവിച്ച ഗുരുതരമായ സാങ്കേതിക തകരാറുകളും അന്വേഷണ ഏജൻസികൾ പരിശോധിച്ചു വരികയാണ്. പറക്കുന്നതിനിടയിൽ ഓട്ടോ പൈലറ്റ് സംവിധാനം പെട്ടെന്ന് പ്രവർത്തനരഹിതമാവുകയും ട്രിപ്പിൾ ഹൈഡ്രോളിക് തകരാർ നേരിടുകയും ചെയ്തതായി റിപ്പോർട്ടുകളുണ്ട്. ഓട്ടോ പൈലറ്റ് വിച്ഛേദിക്കപ്പെട്ടതോടുകൂടി കോ പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം നേരിട്ട് കയ്യിലെടുക്കുകയായിരുന്നു. എന്നാൽ തൊട്ടു പിന്നാലെ ഫ്ലൈറ്റ് കൺട്രോൾ സ്റ്റാർ എന്ന മുന്നറിയിപ്പ് സന്ദേശം പ്രത്യക്ഷപ്പെടുകയും ചില സ്വിച്ചുകളും സൂചനകളും പ്രവർത്തനം നിർത്തുകയും ചെയ്തു. സാങ്കേതിക തകരാറുകൾ, അന്തരീക്ഷ ചുഴലി, പെട്ടെന്നുണ്ടായ ഉയരക്കുറവ് എന്നിവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന AAIB വിശദമായി പരിശോധിച്ചു വരികയാണ്. അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ പ്രോട്ടോകോൾ അനുസരിച്ച് നടക്കുന്ന ഈ അന്വേഷണത്തിൽ ഫ്രഞ്ച് എയർവേഷൻ ഏജൻസിയായ BAEയും എയർബസിന്റെ വിദഗ്ധരും സാങ്കേതിക സഹായം നൽകുന്നുണ്ട്. സംഭവം വൻ വിവാദമായതോടുകൂടി സിവിൽ ഏവിയേഷൻ മന്ത്രാലയം എയർ ഇന്ത്യക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കി. എയർ ഇന്ത്യയുടെ സ്ഥാനമൊഴിയുന്ന CEO കാമ്പൽ വിൽസനെ മന്ത്രാലയത്തിന്റെ ആസ്ഥാനത്തേക്ക് വിളിച്ചുവരുത്തി കേന്ദ്ര വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡു. സിവിൽ ഏവിയേഷൻ സെക്രട്ടറി, DGCA ഉദ്യോഗസ്ഥർ എന്നിവരുടെ സാന്നിധ്യത്തിൽ അടിയന്തര യോഗം ചേർന്നിട്ടുണ്ട്. വ്യോമയാന മേഖലയിൽ യാത്രാ സുരക്ഷയ്ക്കാണ് ഒന്നാം സ്ഥാനമെന്നും വിമാന കമ്പനികളുടെയോ റെഗുലേറ്റർമാരുടെയോ ഭാഗത്ത് നിന്ന് യാതൊരുവിധ വീഴ്ചകളും അനുവദിക്കില്ലെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി.